പത്മകുമാർ കൃത്യമായ ഒരു മോഷണം നടത്തി അതിൻ്റെ ഷെയർ പലർക്കും കൊടുത്തിട്ടുണ്ട് എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. ആരും അറിയാതെ ശബരിമലയിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ സ്വർണം അടിച്ചെടുക്കാൻ ഒരു വഴിയുണ്ട് എന്ന് ഉള്ള ബുദ്ധി പത്മകുമാർ അന്നത്തെ ദേവസ്വം മന്ത്രിക്ക് കൊടുത്തോ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു ഗോഡ് ഫാദർ ഉള്ളത് ഇതുവരെയുള്ള അന്വേഷണത്തിൽ നിന്ന് അത് പത്മകുമാർ ആണെന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. ഇപ്പോഴും വന്നിരിക്കുന്ന SITയുടെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ വെളിവാകുന്നത് ഇതിൻ്റെ ഗോഡ് ഫാദർ കിൻപിൻ യഥാർത്ഥത്തിൽ പത്മകുമാർ തന്നെ. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് 1/2 ഡസൻ അറസ്റ്റുകളാണ് ഇതുവരെ നടന്നത്. ഇനി ആര് എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്, ഒപ്പം ആകാംക്ഷയും. നിർണായക തെളിവുകൾ നിരത്തിയുള്ള ചോദ്യം ചെയ്യലിനൊടുവിൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം 3:30യോടെയാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തത്. കേസിൽ അറസ്റ്റിലാവുന്ന 6ാമനും 2ാമത്തെ ബോർഡ് പ്രസിഡന്റുമാണ്. ഇന്നലെ രാത്രിയോടെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ പത്മകുമാറിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് തിരുവനന്തപുരം സബ് ജയിലിൽ അടച്ചു. ഇനി SIT കസ്റ്റഡിയിൽ വാങ്ങും. ശബരിമല കേസിൽ ഇനി എന്ത്? ഈ ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. റിട്ടയർഡ് SP ജോർജ് ജോസഫ് സാർ ഒപ്പമുണ്ട്. സാർ, തനിക്കൊരു പങ്കുമില്ല ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എന്ന് പറഞ്ഞിരുന്ന പത്മകുമാർ തന്നെ അറസ്റ്റിലായിരിക്കുന്നു. പത്മകുമാറിന് തിരിച്ചടിയായത് എന്താണ്? പത്മകുമാർക്ക് ശബരിമലയിലെ സ്വർണം മോഷ്ടിക്കാൻ തീരുമാനമെടുത്ത് വളരെ വൈദഗ്ധ്യത്തോടു കൂടി തന്നെയാണ് അതിനകത്ത് പ്രവേശിച്ചത്. അത് മറ്റുള്ളവരാരും അറിയില്ല എന്നാണ് കരുതിയത്. രണ്ടാമത്, ഇത് അദ്ദേഹം ഗവൺമെൻറ് മുഖേന വന്ന ഒരു അപേക്ഷയാണ് എന്ന് കണക്കാക്കിയാണ് ഇതുവരെ നിന്നത്. തനിക്ക് അതിനകത്തുനിന്ന് ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്നാണ് ഇതുവരെ പത്മകുമാർ കരുതിയത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം അങ്ങനെയാണല്ലോ, പല കള്ളങ്ങളും പറഞ്ഞ് മാത്രമേ രാഷ്ട്രീയത്തിൻ്റെ ഉന്നതയിൽ എത്താനൊക്കുള്ളൂ. സത്യവും നീതിക്കൊന്നും രാഷ്ട്രീയക്കാരും ഉന്നത പദവിയിലെത്തുന്നവർക്കൊന്നും വിലയില്ല എന്ന് കേരളം കണ്ടു കഴിഞ്ഞു, അല്ലെ ഇന്ത്യ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പത്മകുമാറിൻ്റെ ആദ്യ പ്രസ്താവനകൾ താൻ നിരപരാധിയാണ് എന്ന് വീമ്പിളക്കിയത് അത് തെറ്റാണെന്ന് SITയുടെ അന്വേഷണത്തിൽ കണ്ടെത്തി കഴിഞ്ഞു. അങ്ങനെയാണ് പത്മകുമാർ അറസ്റ്റിലേക്ക് നീങ്ങിയത്. മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ വൈകിയതാണോ? ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണമെങ്കിലും പോലീസ് നമ്മുടെ പിണറായി ഭരിക്കുന്ന കേരള പോലീസ് ആണല്ലോ. അതുകൊണ്ട് ഈ അറസ്റ്റ് മനഃപൂർവ്വം വൈകിച്ചു? മനഃപൂർവ്വം വൈകിച്ചതല്ല. കാരണം പത്മകുമാറിലേക്ക് അയാളൊരു മുൻ MLA ആണ്, പാർട്ടിയുടെ അത്യുന്നത നേതാവ് ഒരാളാണ്. അയാളിലേക്ക് വരുമ്പം വളരെ സൂക്ഷിച്ചു വേണം വരാൻ. അതുകൊണ്ട് അയാളെ അറസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുന്നതിന് മുമ്പ് അയാൾക്കെതിരായിട്ട് എവിഡൻസുകൾ തീർച്ചയായിട്ടും കളക്ട് ചെയ്യണം. അത് 5 പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ ആൾക്കാർ അവരുടെ മൊഴികളിൽ അത് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പത്മകുമാറിനെ ഒന്ന് ചോദ്യം ചെയ്ത് നേരത്തെ വിട്ടിരുന്നു. അപ്പോഴും പറഞ്ഞ ചില കാര്യങ്ങൾ മറ്റു പ്രതികളായിട്ട് കൺഫ്രണ്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ മറ്റ് 5 നേരത്തെ അറസ്റ്റ് ചെയ്ത 5 പ്രതികളുമായിട്ട് അത് കൺഫ്രണ്ട് ചെയ്യണം. അതുകൊണ്ടാണ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ അല്പം താമസിച്ചത്. എവിഡൻസ് വന്ന വഴിക്ക് കോൺക്രീറ്റ് എവിഡൻസ് ഇപ്പം SITക്ക് കിട്ടി. അപ്പോൾ മാത്രമാണ് SIT അറസ്റ്റ് ചെയ്തത്. അതിന് തൊട്ട് മുമ്പ് വാസു പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. വാസുവിനെ അതിനുശേഷം റിമാൻഡിൽ കിടക്കുകയാണ്. വാസുവിനെ കസ്റ്റഡി വാങ്ങിച്ച് ഇരുത്തിയിട്ട് വേണം പത്മകുമാറുമായിട്ട് ചോദ്യം ചെയ്യാനും അറസ്റ്റ് നടപ്പാക്കാൻ. അതുകൊണ്ടാണ് ആ ഒരു താമസം നേരിട്ട്. അത് സ്വാഭാവികമാണ്, എവിഡൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിനകത്ത് ഒരു രാഷ്ട്രീയമായ സമ്മർദ്ദവും ഇല്ല. ഗവൺമെൻറ്റിനൊന്നും ഈ SITയിൽ ഒരു സമ്മർദ്ദവും ചെലുത്താൻ കഴിയില്ല എന്നുള്ളതാണ്. ഇന്നലെ രാത്രിയോടെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ പത്മകുമാറിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് തിരുവനന്തപുരം സബ് ജയിലിൽ അടച്ചിരിക്കുകയാണ്. ഇനി SIT കസ്റ്റഡിയിൽ വാങ്ങും. ഇവിടെ എന്തുകൊണ്ടാണ് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയത് പത്മകുമാറിനെ? പത്മകുമാറിനെ എതിരായിട്ട് വൈറ്റലായ ചില എവിഡൻസുകൾ കറപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വിജിലൻസിന് കിട്ടിയിട്ടുണ്ട്. അത് ഇതിനകത്ത് പല ആൾക്കാരും ശബരിമലയിലെ സ്വർണം മോട്ടിച്ച് അതിൻ്റെ പണം കൊണ്ടുപോയി, സ്വർണം മോട്ടിച്ച് അത് അതിൻ്റെ പണമായിട്ട് വരുമ്പം പലർക്കും അത് നേരിട്ട് സ്വർണം ലഭിച്ചിട്ടില്ല. പക്ഷേ അതിന് പകരം കൈക്കൂലിയായിട്ട് പണം കിട്ടും. കറപ്ഷനാണ് അത്.
അപ്പോൾ അതുകൊണ്ട് കറപ്ഷൻ ഒരു എഫ്ഐആർ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് പ്രതികളെല്ലാവരും പണം സമ്പാദിച്ചത് പബ്ലിക് സർവൻ്റായ ഇവരെല്ലാവരും, ഇതുവരെ അറസ്റ്റ് ചെയ്തവരെല്ലാവരും, അതുപോലെ തന്നെ പത്മകുമാറും ഇനി പ്രശാന്തും, ഇവരൊക്കെ രാഷ്ട്രീയക്കാരാണെങ്കിലും ഇവരെ ഒരു ഔദ്യോഗിക പദവി ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്ത് വരുമ്പോൾ അവർ ഗവൺമെൻറ് ജീവനക്കാരാണ്. അതുകൊണ്ട് അവർക്ക് തീർച്ചയായിട്ടും PC ആക്ട്, കറപ്ഷൻ്റെ നിയമം അത് അവർക്കും ബാധകമാണ്. അപ്പോൾ അവർ ശബരിമലയിലെ സ്വർണം വിറ്റ് പണം സമ്പാദിച്ച് കൊണ്ടുവരുന്ന അയാളുടെ നിന്ന് അത് കൈക്കൂലിയായിട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് PC ആക്ടിൻ്റെ പരിധി വരുന്നതുകൊണ്ടാണ് അതിലേക്ക് അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, റിമാൻഡ് ചെയ്തിരിക്കുന്നതും അവരെ കസ്റ്റഡി ഇപ്പം പത്മകുമാറിനെ വാങ്ങിക്കാൻ അപേക്ഷ കൊടുത്തിരിക്കുന്നത്. ഈ ശബരിമല സ്വർണ്ണ തട്ടിപ്പിന്റെ ബുദ്ധി കേന്ദ്രം പത്മകുമാറാണ് എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. സ്വർണ്ണ തട്ടിപ്പിന്റെ തുടക്കം പത്മകുമാറിൽ നിന്നാണ് എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതായത് കട്ടിളപ്പാളി പോറ്റിക്ക് കൈമാറാനുള്ള നിർദ്ദേശം പത്മകുമാറിൻ്റെതായിരുന്നു. 2019 ഫെബ്രുവരിയിലായിരുന്നു ഈ ഒരു ഇടപെടൽ നടന്നത്. സ്വർണത്തെ ചെമ്പാക്കിയ രേഖകൾ തയ്യാറാക്കിയത് ഇതിനുശേഷമാണ്. പത്മകുമാറിന്റെയും കുടുംബാംഗങ്ങളുടെയും അക്കൗണ്ട്, പണമിടപാട് വിവരങ്ങൾ, സാമ്പത്തിക സ്രോതസ് ഇവയെല്ലാം SIT കണ്ടെത്തിയിട്ടുമുണ്ട്. അപ്പോൾ പത്മകുമാർ വൻ കൊള്ളയായിരിക്കുമോ അയ്യപ്പനെ മറയാക്കി നടത്തിയത്? തീർച്ചയായിട്ടും ഇതിനകത്ത് വളരെ കൃത്യമായ ഒരു അന്വേഷണം SIT നടത്തിക്കഴിഞ്ഞു. അത് തന്നെ ഇതിനകത്ത് മെയിൻ റോള് ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഗോഡ് ഫാദർ എന്ന് SITയുടെ അന്വേഷണം തുടങ്ങിയപ്പോൾ മുതൽ പബ്ലിക്കും കേരളത്തിലുള്ള ജനങ്ങളെല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരാളുണ്ടാകണം, അല്ലാതെ ഇത് നടക്കില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു ഗോഡ് ഫാദർ ഉള്ളത് ഇതുവരെയുള്ള അന്വേഷണത്തിൽ നിന്ന് അത് പത്മകുമാർ ആണെന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. പത്മകുമാർ അതിനകത്ത് ബുദ്ധിപരമായ ചില നീക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ രക്ഷപ്പെട്ടു പോകും എന്ന് കരുതിയത്. ഗവൺമെൻറ്റിനെയും ഇതിനകത്ത് അയാൾ ഒരു ഭാഗമാക്കിയിട്ടാണ് ഈ നടപടികൾ ചെയ്തത്. ചെമ്പ് എന്ന് അദ്ദേഹം എഴുതി വെക്കാൻ, അതിൽ അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത് ആ സ്വർണം പൂശിയ ചെമ്പെന്നുള്ളത് ചെമ്പ് മാത്രം സ്വർണം പൂശാനെന്നാക്കി. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയും വൈദഗ്ധ്യം, മോഷണദ്വര ഉണ്ട്. അദ്ദേഹത്തിന് ആ സ്വർണത്തിൻ്റെ ശബരിമല ദേവൻ്റെ അവിടെ ചാർത്തിയിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ ഉള്ള സ്വർണം മാറ്റിയെടുത്ത് ഇയാൾക്ക് പണസമ്പാദനം ഉണ്ടാക്കണം, വലിയ കെട്ടിടം വെക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് പത്മകുമാർ നീങ്ങിയത്. അതിസാഹസികമായ ഒരു നീക്കം തന്നെയായിരുന്നു. വീണു പോയി എന്നേ ഇപ്പം പറയാനുള്ളൂ. ദൈവതുല്യരായി കാണുന്നവരാണ് കൊള്ളയ്ക്ക് പിന്നിലെന്ന് പത്മകുമാർ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിശബ്ദനായ പത്മകുമാർ ദൈവത്തെ പോലെ കണ്ടത് ആരെയാണെന്ന ചോദ്യത്തിന് ചിരിക്കുക മാത്രമാണ് ചെയ്തത്. അപ്പോൾ ആരായിരിക്കും ഈ ദൈവതുല്യർ? പത്മകുമാർ വളരെ ക്ലെവറായ, വളരെ ബുദ്ധിയുള്ള ഒരു കള്ളനാണ്. അയാളുടെ ഇമേജ് ഇത്രയും വർഷങ്ങളായിട്ട് സൃഷ്ടിച്ചിരിക്കുന്ന വലിയ സത്യസന്ധനായും പാർട്ടിയുടെ അത്യുന്നത ഒരു നേതാവും കറകളഞ്ഞ ഒരു പാർട്ടിക്കാരനും, താൻ യാതൊരു പാർട്ടിയെ ചതിച്ചൊന്നും ചെയ്യില്ല, അല്ലെന്നുണ്ടെങ്കിൽ താൻ മറ്റു മാർഗങ്ങളിലേക്കൊന്നും പോകില്ല, കൃതകൃത്യത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥരുടെ ഇമേജ് ഇത്രയും നാളും സൃഷ്ടിച്ചപ്പം ഇപ്പോഴത്തെ ഇതോടുകൂടി ആ ഇമേജ് മുഴുവൻ തകർന്ന് തരിപ്പണമായി. കാരണം ഇപ്പോഴും വധിക്കുന്ന SITയുടെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ വെളിവാകുന്നത് ഇതിൻ്റെ ഗോഡ് ഫാദർ, കിൻപിൻ യഥാർത്ഥത്തിൽ പത്മകുമാർ തന്നെ. കാരണം പത്മകുമാർ തന്നെ കൈകഴുകി രക്ഷപ്പെടാം എന്ന് കരുതിയിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് ഒരു പരാതി അല്ലെങ്കിൽ ശബരിമലയെ സംബന്ധിക്കുന്ന സ്വർണം പൂശലിനെ പറ്റി ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ലെറ്റർ കടകംപള്ളി സുരേന്ദ്രന് കൊടുത്തു, അന്നത്തെ ദേവസ്വം മന്ത്രിക്ക്. അത് തിരിച്ച് കടകംപള്ളി സുരേന്ദ്രൻ അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന് അയച്ചു കൊടുത്തു. ആ അയച്ചു കൊടുത്തതിനകത്ത് ഗവൺമെൻറ് ഒരു ഉത്തരവ് അല്ലെങ്കിൽ മിനിസ്റ്റർ അതിനകത്ത് എന്താണ് എഴുതിയത്, ഒരു നോട്ട് എഴുതിയിട്ടുണ്ടാവും. ആ നോട്ട് എന്താണെന്ന് നമുക്കിതുവരെ അറിഞ്ഞുകൂടാ. അങ്ങനെ ഗവൺമെൻറ്റിൽ നിന്നൊരു ഉത്തരവ് വാങ്ങിച്ചിട്ടാണ് പത്മകുമാർ ഈ സ്വർണം പൂശിയ അല്ലെങ്കിൽ കട്ടിളപ്പടിയും മറ്റും വെളിയിലേക്ക് കൊണ്ടുപോകാൻ
ഗവൺമെൻറ് ഉത്തരവിൽ കൂടിയാണ് കൊണ്ടുപോയത് എന്ന് വരുത്തി തീർത്തിട്ടുണ്ട്. അവൻ താൻ രക്ഷപ്പെടും എന്ന് കരുതിയാണ് ആ രീതിയിലുള്ള തന്ത്രപരമായ നീക്കം പത്മകുമാർ നടത്തിയത്. അത് ആരുടെ പത്മകുമാറിൻ്റെ സ്വയമുള്ള ബുദ്ധിയാണോ, അതോ ദേവസ്വം മന്ത്രി, അന്നത്തെ ദേവസ്വം മന്ത്രിയുടെ ബുദ്ധിയാണോ, അതോ രണ്ടുപേരും കൂടെ ചേർന്നുണ്ടാക്കിയ ബുദ്ധിയാണോ? ഇങ്ങനെ ആരും അറിയാതെ ശബരിമലയിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ സ്വർണം അടിച്ചെടുക്കാൻ ഒരു വഴിയുണ്ട് എന്ന് ഉള്ള ബുദ്ധി പത്മകുമാർ അന്നത്തെ ദേവസ്വം മന്ത്രിക്ക് കൊടുത്തോ, അതോ ദേവസ്വം മന്ത്രി പറഞ്ഞതനുസരിച്ചാണോ പത്മകുമാർ ഇത് ചെയ്തത്? ഇങ്ങനെയൊക്കെയുള്ള 100,000 ചോദ്യങ്ങൾ വരുന്നുണ്ടെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഒരു മിനിസ്റ്ററുടെ അനുവാദത്തോടു കൂടിയാണ് ഈ സ്വർണ്ണക്കൊള്ള നടത്തിയത് എന്നുള്ള ഒരു എവിഡൻസ് ഇപ്പം വന്നു കഴിഞ്ഞിരിക്കുന്നു. അതിനകത്ത് ദേവസ്വം മന്ത്രിയും അന്നത്തെ ദേവസ്വം മന്ത്രിയും വീഴും എന്നാണ് ഞാൻ കരുതുന്നത്. ഈ ഉദ്യോഗസ്ഥരെയും എൻ വാസുവിനെയും കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് പത്മകുമാറിന്റെ മൊഴി എന്നാണ് വിവരം. സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി അന്നത്തെ മന്ത്രിക്ക് നൽകിയ അപേക്ഷയാണ് ബോർഡിന് മുന്നിലെത്തിയത്. സർക്കാർ അനുമതിയോടെയാണ് കട്ടിളപ്പാളികൾ കൊടുത്തുവിടുന്നത് എന്ന് ഉത്തരവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും പ്രത്യേക അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് പത്മകുമാർ. ഈ ഒരു മൊഴി എത്രത്തോളം കുരുക്കാകും? പത്മകുമാറിൻ്റെ ഈ മൊഴി വളരെ വൈറ്റലാണ്, വലിയ കുരുക്കാണത്. കാരണം അത് പത്മകുമാറിൻ്റെ മുകളിൽ ഇരിക്കുന്ന മഹാന്മാരിലേക്ക് അന്വേഷണം പോകുന്നുള്ള കാര്യത്തിൽ ഉറപ്പായി. കാരണം താനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന് പറയുന്ന പോലെ പത്മകുമാർ കൃത്യമായ ഒരു മോഷണം നടത്തി അതിൻ്റെ ഷെയർ പലർക്കും കൊടുത്തിട്ടുണ്ട് എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. അതിൻ്റെ അർത്ഥം തനിക്ക് ഇതിനകത്തൊന്നും പങ്കില്ല, ഗവൺമെൻറ് ഉത്തരവനുസരിച്ച് താൻ ചെയ്തു എന്ന് വരുത്തി തീർക്കാനുള്ളൊരു ശ്രമം വന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും എത്രത്തോളം വിജയിക്കുമെന്ന് അറിയില്ല. കാരണം ആ ശ്രമം അനുസരിച്ച് പണം വന്നിരിക്കുന്നത് താൻ ഉൾപ്പെടെയുള്ളവർ വിധിച്ചെടുത്തിരിക്കുന്നതുകൊണ്ട് അത് ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെ തലയെ കൊണ്ട് വെക്കാനോ കഴിയില്ല. പക്ഷെ അതിനുള്ളൊരു ശ്രമം അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ പത്മകുമാർ പറഞ്ഞു കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്.